ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു ബീഫ് ബിരിയാണിയാണ് തയ്യാറാക്കുന്നത്. നോമ്പ് പെരുന്നാളൊക്കെ അല്ലേ വരുന്നത്, നമുക്കൊരു സ്പെഷ്യൽ ബീഫ് ബിരിയാണി തയ്യാറാക്കിയാലോ. അതിനുവേണ്ടി നമുക്ക് എല്ലോട് കൂടിയിട്ടുള്ള കുറച്ച് ബീഫ് എടുക്കാം. ഞാൻ എല്ലും കൂട്ടിയിട്ടാണ് വാങ്ങിയത്. എല്ല് ചില ഭാഗത്തൊന്നും അങ്ങനെ എല്ല് കിട്ടില്ല. അപ്പോൾ എല്ലോട് കൂടിയിട്ടുള്ള ബീഫ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, എല്ലോട് കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇത് മെയിനായിട്ട് ഇതൊന്നും കഴുകി വൃത്തിയാക്കുന്നത്, അതിൻ്റെ ചോര കളർ പോകുന്നവരെ വെള്ള നിറമാവുന്നവരെ കഴുകി വൃത്തിയാക്കി ഒരു സ്റ്റെയിനറിലേക്കിട്ട് അന്ന് വെള്ളം പോയതിന് ശേഷം നമുക്കതൊന്ന് കുക്കറിലൊന്ന് വേവിച്ചെടുക്കാം. ഇതിൽ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1/2 സ്പൂൺ മല്ലിപ്പൊടി, പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ട് മിക്സ് ചെയ്യുക. കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതൊരു 6 വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ബിരിയാണിക്ക് ആവശ്യമായ സാധനങ്ങളാണ് ഇതൊക്കെ. വെല്ലുള്ളി, തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പുതിനയില, ഇതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുക. പേസ്റ്റ് ആക്കണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. പച്ചമുളകൊക്കെ നിങ്ങളെ ആവശ്യത്തിനനുസരിച്ച് എടുത്താൽ മതി. ഞാനിവിടെ 5 പച്ചമുളകാണ് എടുത്തത്. നമ്മളെ ബീഫ് ഇവിടെ വെന്തിട്ടുണ്ട്. നമുക്കൊന്ന് വെന്ത് നോക്കാം. അപ്പോൾ അത് പാകത്തിന് വേവായിട്ടുണ്ട്. നമുക്ക് നമ്മളെ ഈ ബിരിയാണീൻ്റെ മസാല ഉണ്ടാക്കുമ്പോൾ അതിൽ കിടന്നിട്ട് വെന്തോളും. അപ്പോൾ വെന്തിട്ടുണ്ട്. നമുക്കത് മാറ്റി വെക്കാം. നമുക്കിതൊക്കെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. വെല്ലുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഞാൻ ഒന്നിച്ചിട്ടാണ് ചതച്ചത്. ക്രഷ് ചെയ്തെടുത്ത എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുത്ത് തക്കാളി ഞാൻ ഇതിലിട്ടൊന്ന് ക്രഷ് ചെയ്യുക ചെയ്തത്. ഒരുപാട് അലിഞ്ഞു പോയിട്ടില്ല, പാകത്തിന് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് അടിച്ചാൽ മതി. മല്ലിയിലും പുതിനയിൽ അതും കൂടെ ക്രഷ് ചെയ്തെടുത്ത് ഇനി നമുക്കിതിലേക്ക് തൈരും ചെറുനാരയും വേണം. അതൊക്കെ റെഡിയാക്കി വെച്ച് നമ്മൾ ചൂടായ പാനിലേക്ക് ഓയിൽ ഒഴിച്ചെടുക്കുക. ഇതിലേക്ക് 1 ടേബിൾ സ്പൂണ് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി ചൂടായതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ച ബീഫുണ്ടല്ലോ, അതൊന്ന് ഇതിലൊന്ന് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഈ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്താൽ കൂടുതൽ ടേസ്റ്റാണ്. അപ്പോൾ ഈ ബീഫിൻ്റെ ടേസ്റ്റൊക്കെ ഈ എണ്ണയിലേക്ക് ഇറങ്ങിയിട്ട് നമ്മളെ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അതിനാണ് ഒന്ന് വേവിച്ചെടുക്കുന്നത്, ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താൽ മതി, മൊരിയാനൊന്നും വേണ്ട. ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കോരി മാറ്റുക. കോരി മാറ്റാണ്. ഇനി ഓയിലിലേക്ക് നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ക്രഷ് ചെയ്തത് ചേർത്ത് കൊടുക്കാം. നന്നായി വഴറ്റുക. നന്നായി വഴന്നതിന് ശേഷം നമുക്ക് വെല്ലുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് വഴലണം, എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ജസ്റ്റ് വഴറ്റിയാലൊന്നും പോരാ, നന്നായിട്ടൊന്ന് ഒരു ബ്രൗൺ കളറാവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കാം.
ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്. നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. ബീഫ് ആയതുകൊണ്ടാണ് മല്ലിപ്പൊടി ഇങ്ങനെ ആദ്യം ബീഫിലും ചേർത്ത് ഇതിലും കുറച്ച് ചേർക്കുന്നത്. ഇനി കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. അര സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്താലും നമുക്ക് ചെറുനാരങ്ങ ജ്യൂസ് ചേർത്ത് കൊടുക്കുക. മിക്സ് ചെയ്താലും പിന്നെ നമുക്ക് തൈര് ചേർത്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് മല്ലിയില പുതിനയില ചേർത്ത് മിക്സ് ചെയ്യുക. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവായിരുന്നു, അപ്പോൾ കുറച്ചും കൂടെ ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിനി നമ്മളെ ബീഫ് ചേർത്ത് കൊടുക്കുക. ബീഫ് ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് തരാം. അടച്ച് വെക്കുക. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. അതെല്ലാം കൂടി ഒന്ന് സെറ്റായി വരാനാണ്, ടേസ്റ്റൊക്കെ ഒന്ന് എല്ലാത്തിലും ഇറങ്ങാനാണ് 5 മിനിറ്റ് നന്നായിട്ട് അടച്ച് വെച്ച് വേവിക്കുക. അടിയിലൊന്നും പിടിക്കാതെ ശ്രദ്ധിക്കണേ. ഇനി നമുക്കിതിലേക്ക് ബീഫിൽ നിന്ന് ഇറങ്ങിയ കുറച്ച് ഗ്രേവി ഉണ്ടായിരുന്നല്ലോ, ആ ഗ്രേവി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടാണ് അടച്ച് വെക്കേണ്ടത്. നമ്മളൊട്ടും വെള്ളം ചേർക്കാതെയാണ് ബീഫ് വെച്ചത്. അപ്പോൾ ബീഫിൽ നിന്ന് ഇറങ്ങിയ വെള്ളമാണിത്. ഇതൊന്ന് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് ഇതടച്ച് വെച്ചതിന് ശേഷം ചോറ് റെഡിയാക്കാം. നമ്മൾ ബീഫ് വേവിച്ച കുക്കറിലേക്ക് 4 ഗ്ലാസ് വെള്ളം ഒഴിച്ചാണ് 2 ഗ്ലാസ് അരിയാണ് എടുക്കുന്നത്. അതിലേക്ക് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ ചേർത്തിട്ട് അത് വെള്ളം തിളച്ചതിന് ശേഷം അരി ഇട്ടുകൊടുത്ത് അരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കുക്കർ അടച്ച് വെച്ച് ഒരു വിസിൽ വരുത്തുക. ആ ഒരു വിസിൽ കളയും ചെയ്യുക, പെട്ടെന്ന് തന്നെ കളയുക. അപ്പോൾ നല്ല അടിപൊളി ചോറായിട്ട് കിട്ടും. അതുകൊണ്ട് നല്ല അടിപൊളി ചോറാണ്. ഇനി ഇത് നമുക്ക് നമ്മളെ മസാല റെഡിയാക്കി വെച്ചില്ല അതിൻ്റെ മേലേക്ക് ഇട്ട് കൊടുക്കുക. ചോറൊന്ന് ഇട്ടതിന് ശേഷം ഒന്ന് പരത്തി കൊടുക്കുക. അതിൻ്റെ മേലെ നമുക്ക് നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇപ്പോഴാണ് ഞാൻ നെയ്യ് ചേർക്കുന്നത്. ഇങ്ങനെ ആകുമ്പോഴാണ് ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നമുക്കിതിലേക്ക് ഇത്തിരി ഗരം മസാല മേലെ ഇട്ടുകൊടുക്കുക. മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കുക. പിന്നെ ഉള്ളി ഞാൻ ഓൾറെഡി പൊരിച്ച് വെക്കുന്നതാണ്, അപ്പോൾ ആ ഉള്ളി പൊരിച്ചതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കണ്ടേ. ഞാൻ പൊരിച്ച് കാണിച്ചില്ല, ഞാൻ പൊരിച്ചിങ്ങനെ ടിന്നിലിട്ട് വെക്കലാണ്. അതും കൂടെ മേലെ ചേർത്ത് കൊടുക്കുക. ഇതൊക്കെ ഓപ്ഷണലാണ്, അതൊക്കെ വേണമെങ്കിൽ ചേർത്താൽ വേണ്ടി മുന്തിരിയൊക്കെ. അപ്പോൾ നമ്മൾ അടിപൊളി ബിരിയാണി റെഡിയായി. ഒരു 10 മിനിറ്റ് അടിയിലൊരു പാത്രം വെച്ചിട്ട് വെച്ചാൽ നല്ല അടിപൊളി ബിരിയാണി റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളെ ഫാമിലി ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും അസ്സലാമു അലൈക്കും. താങ്ക് യു.